എവറി വൺ, വെൽക്കം ടു റീസ്റ്റാർട്ട് PSC വിത്ത് മീ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2025 ഓഗസ്റ്റ് മാസത്തിലെ 3-ാം തീയതിയിലെയും 4-ാം തീയതിയിലെയും കറണ്ട് അഫേഴ്സ് ആണ്. പ്രൊഫസർ സാനു അന്തരിച്ചു. 2025 ഓഗസ്റ്റ് 2-നാണ് അന്തരിച്ചത്. 2025 ഓഗസ്റ്റ് 2-ന് പ്രൊഫസർ സാനു അന്തരിച്ചു. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ. കൃതി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ. കൃതി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ 6ാമത്തെ സ്വകാര്യ ബാങ്ക് ഫെഡറൽ ബാങ്ക്. രാജ്യത്തെ ഏറ്റവും വലിയ 6ാമത്തെ സ്വകാര്യ ബാങ്ക് ഫെഡറൽ ബാങ്ക്. നെടുമങ്ങാട് താലൂക്കിലെ ആദിവാസി മേഖലകളിലെ യുവതിയുവാക്കളെ ലഹരി ഉപഭോഗത്തിൽ നിന്ന് കരകയറ്റാനായി എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന PSC പരിശീലന പദ്ധതി തൊഴിലാണ് എൻ്റെ ലഹരി. നെടുമങ്ങാട് താലൂക്കിലെ ആദിവാസി മേഖലകളിലെ യുവതിയുവാക്കളെ ലഹരി ഉപഭോഗത്തിൽ നിന്നും കരകയറ്റാനായി എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന PSC പരിശീലന പദ്ധതി തൊഴിലാണ് എൻ്റെ ലഹരി. കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിതമാകുന്നത് മയിലാട്ടി, കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിതമാകുന്നത് മയിലാട്ടി, കാസർഗോഡ്. വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭങ്ങൾ. ശൂന്യ ഇ അമൃത്. വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭങ്ങൾ. ശൂന്യ ഇ അമൃത്. ഇപ്പോൾ ഓഗസ്റ്റ് 3-ലെ കറണ്ട് അഫേഴ്സ് ഒന്നും കൂടെ നോക്കാം. ആദ്യത്തെ പോയിന്റ്, പ്രൊഫസർ സാനു അന്തരിച്ചു. 2025 ഓഗസ്റ്റ് 2-നാണ് അന്തരിച്ചത്. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണനാണ്. കൃതി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ. രാജ്യത്തെ ഏറ്റവും വലിയ 6ാമത്തെ സ്വകാര്യ ബാങ്ക് ഫെഡറൽ ബാങ്ക്. നെടുമങ്ങാട് താലൂക്കിലെ ആദിവാസി മേഖലകളിലെ യുവതിയുവാക്കളെ ലഹരി ഉപഭോഗത്തിൽ നിന്നും കരകയറ്റാനായി എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന PSC പരിശീലന പദ്ധതി തൊഴിലാണ് എൻ്റെ ലഹരി. കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിതമാകുന്നത് മയിലാട്ടി, കാസർഗോഡ്. വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി നീതി ആയോഗ് ആരംഭിച്ച സംരംഭങ്ങൾ. ശൂന്യ ഇ അമൃത്. ഓഗസ്റ്റ് 4 നോക്കാം. അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന ദേശീയ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ കേരള താരം ശ്രേയ ബിനിൽ. അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന ദേശീയ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ കേരള താരം ശ്രേയ ബിനിൽ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ പേരിൽ റോഡ് നിർമ്മിക്കാനൊരുങ്ങുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ലക്നൗ. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാൻഷു ശുക്ലയുടെ പേരിൽ റോഡ് നിർമ്മിക്കാനൊരുങ്ങുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ലക്നൗ. ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നിലവിൽ വരുന്നത് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ. ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നിലവിൽ വരുന്നത് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ. വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീൽ. വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീൽ. കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തന്നെ വീടുകളിൽ നേരിട്ട് എത്തിച്ച് വിപണനം നടത്തുന്ന സംവിധാനം ഹോം ഷോപ്പ്. ഹോം ഷോപ്പ് എന്നുള്ളത് കുടുംബശ്രീയുടെ പദ്ധതിയാണ്. കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർ തന്നെ നേരിട്ട് വീടുകളിൽ എത്തിച്ച് വിപണനം നടത്തുന്ന സംവിധാനമാണ്. ലോക അക്വാട്ടിക്സ് ടെക്നിക്കൽ സ്വിമ്മിംഗ് കമ്മിറ്റിയിൽ നിയമിതനായ ഇന്ത്യക്കാരനാണ് S രാജീവ്. 2025 ലോക അക്വാട്ടിക്സ് കോൺഗ്രസ് വേദി സിംഗപ്പൂർ. ലോക അക്വാട്ടിക്സിൻ്റെ ടെക്നിക്കൽ സ്വിമ്മിംഗ് കമ്മിറ്റിയിൽ നിയമിതനായ ഇന്ത്യക്കാരൻ S രാജീവ്
2025 ലോക അക്വാട്ടിക്സ് കോൺഗ്രസ് വേദി സിംഗപ്പൂർ. ഭൂട്ടാനിൽ ഇന്ത്യൻ ബോർഡർ റോഡ്സ് ഏറ്റെടുത്ത് നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച റോഡാണ് വനാഗ ഹാ റോഡ്. ഭൂട്ടാനിൽ ഇന്ത്യൻ ബോർഡർ റോഡ്സ് ഏറ്റെടുത്ത് നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച റോഡ് വനാഗ ഹാ റോഡ്. ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു.